ഇപിയോട് ചോദിച്ചുള്ളൂ, പി സരിനെ നേരത്തെ അറിയുമോ എന്ന്. അപ്പോൾ പി സരിനെ അറിയില്ല. ഇലക്ഷന് സ്ഥാനാർത്ഥിയായ ശേഷമാണ് പി സരിനെ കുറിച്ച് ഇ.പി. ജയരാജൻ വരെ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുന്നത്. പാലക്കാട് സരിനെ വാനോളം പുകഴ്ത്തിയ ഇ.പി. കഴിഞ്ഞ ദിവസം അറിയില്ലായിരുന്നു അദ്ദേഹത്തെ. അറിയാത്തൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ എങ്ങനെ എഴുതും എന്ന് കൃത്യം അടിവരയിട്ട് പറയുമ്പോൾ പാർട്ടി ഇ.പി.യെ വിശ്വസിക്കുക തന്നെ വേണം. കാരണം ഇ.പി.യെ പിന്നിൽ നിന്ന് കുത്തിയത് തന്നെയാണ്. ഇ.പി. ജീവിക്കുന്ന രക്തസാക്ഷിയാണ്, നമുക്കറിയാം. കാരണം സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാജധാനി എക്സ്പ്രസിൽ വെച്ച് അദ്ദേഹത്തിന് വെടിയേൽക്കുമ്പോൾ ഇപ്പോഴും വെടിയേറ്റതിൻ്റെ അലോസരങ്ങൾ അദ്ദേഹം കഴുത്തിൽ ചുമന്ന് നടക്കുമ്പോൾ അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷി കൂടിയാണ്. 60 വർഷത്തെ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റാണ്. 6 പതിറ്റാണ്ടെന്നാൽ നിസ്സാര കാര്യമല്ല. 6 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റിനെ ഇനി ആരും കൈപിടിച്ച് നടത്തേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇ.പി. പറഞ്ഞ വാക്കുകൾ വിശ്വസിക്കുന്നത്, ഇതിൽ ഗൂഢാലോചനയുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത്. ഇനി ഗൂഢാലോചനക്കാർ ആരാണ്? പാർട്ടിയിലെ വിശ്വസ്തൻ്റെ കയ്യിലാണ് ഇത് ഏൽപ്പിച്ചതെന്ന് ഇ.പി. പറയുമ്പോൾ, അത് സത്യമായിരിക്കുമ്പോൾ തീർച്ചയായും ആ വിശ്വസ്തനെ മറ്റാരൊക്കെയോ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തിയോ സമ്മർദ്ദത്തിന് വിധേയനാക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാന വാഗ്ദാനങ്ങൾ നൽകിയോ പ്രലോഭിപ്പിച്ചോ ചില കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്ത് ഇതിൽ കുറച്ച് ഭാഗം പുറത്തുവിടാൻ പറഞ്ഞിട്ടുണ്ടാകണം. അത് പാർട്ടി അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. തൽക്കാലം പാർട്ടി ഇത് അന്വേഷിക്കില്ല എന്നാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നതെങ്കിലും പാർട്ടി ഇത് അന്വേഷിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ഉപതിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനം നവംബർ 23-ന് ഫലപ്രഖ്യാപനം വരും. അതിൽ ഏത് തരത്തിലാണ് CPM നേരിടുന്നത്, ഇടതുമുന്നണിക്ക് വിജയമാണോ പരാജയമാണോ വോട്ട് നഷ്ടമാണോ സീറ്റ് നഷ്ടമാണോ, ഇതെല്ലാം നോക്കിയ ശേഷമായിരിക്കും ഈ വിവാദം ഇടുന്നത്. കാരണം ഇ.പി. ജയരാജൻ്റെ പുസ്തക വിവാദം തങ്ങൾക്ക് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായും പാർട്ടി അന്വേഷിക്കും, അതിൽ നടപടി ഉണ്ടാകും. ഇനി ഇ.പി. ആ സ്ഥാനമൊഴിയോ അല്ലെങ്കിൽ പാർട്ടി വിടുകയോ അനഭിമതനായി തുടരുകയോ ചെയ്താൽ ആ സ്ഥാനം മോഹിക്കുന്ന ചില ആളുകളെങ്കിലും പാർട്ടിയിലുണ്ട്. ഇ.പി. ഒഴിഞ്ഞാൽ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പോകാൻ കുപ്പായം തേച്ച് വച്ചിരിക്കുന്ന ചില യുവ പ്രതിഭകളുണ്ട്. അവരിലാരെങ്കിലും ആകാം ഈ ഗൂഢാലോചനയുടെ പിന്നിലെന്നും പാർട്ടി സംശയിക്കുന്നുണ്ട്. തീർച്ചയായും ഇ.പി.യുടെ ആത്മകഥ ഇ.പി. എഴുതിയത് തന്നെയാണ്. ചില ഭാഗങ്ങൾ, സരിനെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി മറ്റാരോ എഴുതി ചേർത്തതാണ് എന്ന ഇ.പി.യുടെ വാദം ശരിവെക്കുന്നതാണ് ഇതുവരെയുള്ള സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇ.പി.യെ ഒറ്റതിരിഞ്ഞാക്രമിക്കുന്നത്, ഇ.പി.യെ പലപ്പോഴായി വേട്ടയാടുന്നത്, ഇ.പി.യെ തഴയുന്നത്, ഇ.പി.ക്കെതിരെ നിരവധി വിവാദങ്ങൾ കുത്തിപ്പൊക്കുന്നത്, ഇതെല്ലാം ചില തൽപര കക്ഷികളുടെ, തന്നെ ഇഷ്ടമില്ലാത്ത ആളുകളുടെ കുത്സിത പ്രവർത്തനങ്ങളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഇനി പുറത്തുവരും. അത് പാർട്ടി അന്വേഷണത്തിനെ തെളിയുകയുള്ളൂ. പോലീസ് അന്വേഷണം DC ബുക്സിൽ ചോദിക്കും. അവർ പറയും ഇതിന്ന വഴിയിലൂടെയാണ് വന്നതെന്ന്. കൃത്യമായി പോലീസിന് മൊഴി കൊടുത്തല്ലേ മതിയാകൂ. പോലീസിന് മൊഴി കൊടുക്കും. ഏതായാലും നമുക്ക് ഇ.പി.യുടെ ആത്മകഥാ വിവാദം ഇവിടെ കെട്ടടങ്ങില്ല. ഉപതെരഞ്ഞെടുപ്പിനപ്പുറവും അത് അലയൊലികൾ സൃഷ്ടിച്ചുകൊണ്ടേ ഇരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.